നിങ്ങൾ ആദ്യം ഈ അമ്മച്ചി പറയണമെന്ന് കേട്ടു നോക്ക്. ഇത് അപ്പോൾ അവിടെ ഉള്ളതോ? ഈ മലയുടെ മുകളിൽ ധാരാളം മനോഹരമായ ചെടികളുണ്ട്. ഈ അമ്മച്ചി നട്ടു വളർത്തുന്നതാണ്. ഞാൻ അവരോട് ഈ ചെടികൾ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ്. പക്ഷെ വേണ്ട, ഈ പൂക്കൾ തന്നെയാണ് മലയുടെ മുകൾ അതിമനോഹരമാക്കുന്നത്. അത് അവിടെ തന്നെ നിൽക്കട്ടെ. നട്ടുച്ചയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നാരായണത്തുഭ്രാന്തൻ ചങ്ങലക്കിട്ട മല ഞാൻ കയറി. പാറ കൊത്തുണ്ടാക്കിയ പടികളാട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ വ്യൂ. മലമുകളിൽ മനോഹരമായ ധാരാളം ചെറിയ വെള്ളക്കെട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിന് ചൂട് കുറവാണ്. ഒരു വെള്ളക്കെട്ടിൽ ആദ്യം കണ്ട അമ്മച്ചി വളർത്തുന്ന ഒരു ആമ്പൽക്കുളമുണ്ട് കേട്ടോ. പാറയുടെ മുകളിൽ കിടന്ന് മേലോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. കാറ്റിലാടുന്ന ആൽമരം, അതിനിടയിലൂടെ വരുന്ന സൂര്യൻ്റെ രശ്മികൾ. നാരായണത്തുഭ്രാന്തൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഒരു കൊച്ചു അമ്പലം പണിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ കാഞ്ഞിരമരമാണ്. മരത്തിന് കീഴെ ഒരു ചങ്ങല മുറുകി കിടക്കുന്നുണ്ട്. ഭ്രാന്തനെ ചങ്ങലയ്ക്ക് കെട്ടിയിരുന്ന മരം എന്ന പ്രത്യേകതയാണ് ഈ കാഞ്ഞിരമരത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ചങ്ങലയുടെ കാലപ്പഴക്കം നിർണ്ണയിച്ചാൽ ആർക്കിയോളജിസ്റ്റിന് പറയപ്പെട്ട പന്തിരകുലത്തിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കാം. എന്തായാലും ഈ കാറ്റുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ കാണാട്ടാ.